Edusoft Malayalamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Google Meetമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് Google Meetൽ എങ്ങനെ പേര് ചേഞ്ച് ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ആദ്യം പേരൻസ് അവരുടെ ഇമെയിൽ ഐഡി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും Google Meet തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസിൻ്റെ പേരായിരിക്കും അവിടെ Google Meetൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പേരൻസിനോട് അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാകും കുട്ടികളുടെ പേര് ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പലരും ചോദിച്ചു എങ്ങനെ Google Meetൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാം നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം നമ്മുടെ Google Meet ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. Google Meet ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ട് നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ഇവിടെ എ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജോയിൻ വിത്ത് എ കോഡ് എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ ഐക്കൺ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഗൂഗിൾ അക്കൗണ്ടുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരെണ്ണമേ കാണിക്കത്തുള്ളൂ. ഇവിടെ കുറേ എണ്ണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ഗൂഗിൾ അക്കൗണ്ട് അത് സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോം, പേഴ്സണൽ ഇൻഫോ, ഡേറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നേരെ പേഴ്സണൽ ഇൻഫോ, പേര് പേഴ്സണൽ അല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഴ്സണൽ ഇൻഫോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പേഴ്സണൽ ഇൻഫോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയായിട്ട് ബേസിക് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാം വേണമെങ്കിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കുട്ടിയുടെ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം രണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഇവിടെ ജസ്റ്റ് നമുക്ക് വേണ്ട പേര് ഏത് പേരാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ആ പേര് നമ്മൾ എഴുതി കൊടുക്കുന്നു. ദെൻ അതിനുശേഷം നമുക്ക് താഴെ സേവ് ബട്ടൺ ഉണ്ട്. സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് അപ്ഡേറ്റ് ആവുന്നു. നമ്മുടെ ആ പേര് എന്താണ്, നമുക്കത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പേര് മാറിയിട്ടുണ്ട്. ഇങ്ങനെ പേര് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റ് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പുതിയ പേരിലായിരിക്കും നമ്മളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.